NGO യൂണിയൻ സംസ്ഥാന സമ്മേളനം ആലപ്പുഴയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് അതിന്റെ സമാപനമാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഒപ്പം തന്നെ നിരവധി പ്രഭാഷണങ്ങൾ, ഒപ്പം സെമിനാറുകളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് നമ്മൾ കണ്ടതാണ്. മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം സംസാരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം സർക്കാർ ഉറപ്പാക്കും, LDF സർക്കാർ അത് ഉറപ്പാക്കും, അതിലൊരു ആശങ്കയും വേണ്ട, എക്കാലവും ജീവനക്കാരെ ചേർത്ത് നിർത്തുന്ന സമീപനം തന്നെയാണ് സർക്കാരിനുള്ളത് എന്നൊക്കെ വളരെ കൃത്യമായി സർക്കാരിൻ്റെ നിലപാട് മുഖ്യമന്ത്രി മുന്നോട്ട് വയ്ക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. ഏതായാലും ഇന്ന് സമാപനം ആണ് സമ്മേളനത്തിൻ്റെ. ഷാജഹാൻ ആലപ്പുഴയിൽ നിന്ന് ഈ സമ്മേളന സമാപനവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നമ്മളോട് സംസാരിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം എന്താണ് ഷാജഹാന് ആലപ്പുഴയിൽ നിന്ന് NGO സമ്മേളനവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളതെന്ന്. ആലപ്പുഴയിൽ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി നടന്നു വന്ന NGO യൂണിയൻ സംസ്ഥാന സമ്മേളനത്തിന് ഇന്ന് സമാപനം കുറിക്കുകയാണ്. ഒട്ടനവധി സമരങ്ങൾക്കും പ്രക്ഷോഭങ്ങൾക്കുമൊക്കെ തന്നെ രൂപം നൽകിക്കൊണ്ടാണ് ഈ സമ്മേളനം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്ന ചർച്ചകളിലൊക്കെ തന്നെ നമുക്ക് കാണാൻ സാധിച്ചത്. എന്തായാലും സമ്മേളനവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ തീരുമാനങ്ങളാണ്, എന്താണ് ഇനി അടുത്ത ഒരു വർഷത്തേക്ക് നമ്മൾ മുൻപോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചിരിക്കുന്ന കാര്യങ്ങൾ? കേരള NGO യൂണിയൻ്റെ 62ാം സംസ്ഥാന സമ്മേളനം 25-ാം തീയതി മുതൽ ഇവിടെ ആലപ്പുഴ വെച്ച് നടക്കുകയാണ്. കേരളത്തിലെ സംസ്ഥാന സിവിൽ സർവീസിലെ വിവിധ വിഷയങ്ങളെ സംബന്ധിച്ചും ലോകത്തും രാജ്യത്തും സംസ്ഥാനത്തുമൊക്കെ നടക്കുന്ന രാഷ്ട്രീയ, സാമൂഹ്യ, സാമ്പത്തിക വിഷയങ്ങളെ സംബന്ധിച്ചും സമ്മേളനം വളരെ ഗൗരവത്തിൽ തന്നെ ചർച്ച ചെയ്തിട്ടുണ്ട്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട സഖാവ് പിണറായി വിജയനാണ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തത്. സഖാവ് നവകേരള സൃഷ്ടിയുടെ ആവശ്യകതയെ സംബന്ധിച്ചും അതിൽ ജീവനക്കാർ വഹിക്കേണ്ട പങ്കിനെ സംബന്ധിച്ചും വളരെ കൃത്യമായി തന്നെ സൂചിപ്പിക്കുകയുണ്ടായി. ഇന്നലകളിൽ കേരളത്തിൻ്റെ മുന്നോട്ട് പോക്കിന് ജീവനക്കാർ വഹിച്ച പങ്കിനെ അദ്ദേഹം എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട്. പോരാതെ സിവിൽ സർവീസിൽ നിലനിൽക്കുന്ന വിവിധ വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി സംസാരിച്ചത്. ജീവനക്കാരുടെ സാമ്പത്തിക ആവശ്യങ്ങളെ സംബന്ധിച്ച്, ക്ഷാമത്തെ സംബന്ധിച്ചും ശമ്പള പരിഷ്കരണത്തെ സംബന്ധിച്ചും കൃത്യമായി മുഖ്യമന്ത്രി അടയാളപ്പെടുത്തുകയുണ്ടായി. ഇനിയിപ്പം നമ്മൾ മുൻപോട്ടുള്ള ഒരു വർഷക്കാലം എന്തൊക്കെ സമരപരിപാടികൾ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പരിപാടികൾക്ക് രൂപം നൽകുന്നുണ്ട്? ഞങ്ങൾ പ്രധാനമായും 2 തരത്തിലുള്ള പ്രക്ഷോഭ പരിപാടിക്കാണ് രൂപം കൊടുക്കുന്നത്. ഒന്ന്, നവകേരള സൃഷ്ടിക്കായിട്ടുള്ള ബദൽ നടപ്പിലാക്കുമ്പോൾ ആ ബദലിൻ്റെ കൂടെ നിന്നുകൊണ്ട് ബദലിനെ ശക്തിപ്പെടുത്തി നവകേരള സൃഷ്ടിക്ക് സിവിൽ സർവീസിനെ പരുവപ്പെടുത്തുക എന്നതാണ് ഒരു കാര്യം. ആ ബദൽ സംരക്ഷിക്കുവാനുള്ള പോരാട്ടം ഞങ്ങൾ സംഘടിപ്പിക്കും. രണ്ടാമതായിട്ട്, രാജ്യത്താകെ തന്നെ സിവിൽ സർവീസിനെ തകർക്കുന്ന തരത്തിൽ, ജനങ്ങളുടെ ജീവിത ദുരിതം വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള കേന്ദ്ര സർക്കാരിൻ്റെ നയപരിപാടികളുണ്ട്. ആ നയത്തിനെതിരെ, കേന്ദ്ര നയത്തിനെതിരെ രാജ്യത്തെ എല്ലാ പണിയെടുക്കുന്നവരുടെയും കൂടെ നിന്നുകൊണ്ട് അതിശക്തമായ പോരാട്ടവുമായിട്ട് മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. ജൂലൈ 9-ന് നടക്കുന്ന ദേശീയ പണിമുടക്ക് സർവീസ് മേഖലയിൽ വൻ വിജയമാക്കാനുള്ള പ്രവർത്തനവും ഈ സമ്മേളനം ആസൂത്രണം ചെയ്യും. പൊതുവേ ഈ കഴിഞ്ഞ 2 ദിവസങ്ങളിൽ നടന്ന ചർച്ചകളിൽ എങ്ങനെയാണ് പൊതുവേ ഈ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രവർത്തനങ്ങളെ ജീവനക്കാർ കാണുന്നത്? സർക്കാരിൽ ഉറച്ച വിശ്വാസം രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെ ജീവനക്കാർ സമ്മേളനത്തിൽ പ്രതികരിച്ചിട്ടുള്ളത്. ചില മാധ്യമങ്ങളിലൊക്കെ വ്യത്യസ്തമായ ചർച്ചകളും റിപ്പോർട്ടുകളും ഒക്കെ നമ്മൾ കണ്ടു. എന്നാൽ ജീവനക്കാർ അവരുടെ ആവശ്യങ്ങൾ ഉന്നയിക്കുകയും അത് ഈ സർക്കാരിൽ നിന്ന് കിട്ടുമെന്ന ഉറച്ച വിശ്വാസം ജീവനക്കാർക്കുണ്ട്. മുൻകാലങ്ങൾ അത് വെറുതെ ഉണ്ടായതല്ല. മുൻകാലങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുന്ന ഘട്ടങ്ങളിലൊക്കെ ജീവനക്കാരുടെ ഒരവകാശവും ഹനിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നില്ല. എന്നാൽ UDF ഭരിക്കുമ്പോൾ പലപ്പോഴും പ്രക്ഷോഭം നടത്തിയും അതിരൂക്ഷമായ പണിമുടക്ക് ഉൾപ്പെടെയുള്ളവ നടത്തിയുമാണ് അത് നേടിയെടുക്കേണ്ടുന്ന സ്ഥിതി ഉണ്ടായത്. എന്നാൽ ഇവിടെ സംസ്ഥാന സർക്കാരും അതുപോലെ തന്നെ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രിയും അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പറഞ്ഞു കഴിഞ്ഞു ഈ സാമ്പത്തിക ആനുകൂല്യം നിഷേധിക്കില്ല എന്ന്. അതിൽ ജീവനക്കാർക്ക് പൂർണ്ണമായി ഈ സർക്കാരിനെ വിശ്വാസമുണ്ട് എന്ന് തന്നെയാണ്. എന്തായാലും സമ്മേളനം സമാപിക്കുമ്പോൾ പൂർണ്ണമായിട്ടും സർക്കാരിലുള്ള വിശ്വാസം പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ജീവനക്കാർ ആലപ്പുഴ ജില്ലയിൽ നിന്നും 62ാം സംസ്ഥാന സമ്മേളനം സമാപിച്ചുകൊണ്ട് പിരിയുന്നത്. ക്യാമറാമാൻ രാജേഷ് പുളിക്കുന്നതിനൊപ്പം ഷാജഹാൻ.